ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 34 വാരം തിങ്കൾ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിലും ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ ഭാഗത്തും ആദ്യ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് കണ്ടു എന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ കുഞ്ഞാടിനെയും കുഞ്ഞാടിൻ്റെ ചുറ്റും നിൽക്കുന്ന അതിപ്രധാനമുള്ളവരെയും കാണുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു, അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി, അപ്പോൾ അവൻ കണ്ടു എന്ന്. ക്രിസ്തുവിൻ്റെ ആദ്യ കാഴ്ച അത്ര പ്രത്യേകത ഒന്നുമില്ലാത്തതാണ്. ധനവാന്മാർ ഭണ്ഡാരത്തിൽ കാഴ്ചകളിടുന്നത് അവൻ കാണുന്നു. സ്വാഭാവികമാണ് ചുറ്റുമുള്ള കാഴ്ചകളിൽ നോക്കി നിൽക്കുക എന്നുള്ളത്. പ്രധാനപ്പെട്ടവരെന്ന് ലോകം സാധാരണ കരുതാൻ സാധ്യതയുള്ള ധനവാന്മാരിലാണ് ക്രിസ്തുവിൻ്റെ കാഴ്ച ആദ്യം പതിക്കുന്നത്. പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ആകർഷണീയമായ ഒന്ന്. അത് ചെന്നെത്തി നിൽക്കുന്നത് സാധാരണ രീതിയിൽ നിസ്സാരമെന്ന് ലോകം കരുതാൻ സാധ്യതയുള്ള ഒരു വിധവയിലേക്കും വിധവയുടെ കയ്യിലെ 2 ചെമ്പുതൊട്ടുകളിലേക്കും ആണ്. അതവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവികമായത്. കൈകളിലെ ചെമ്പുതൊട്ടുകളിൽ നിന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാശ്രയ ബോധത്തിലേക്കും ദൈവശരണത്തിലേക്കും ക്രിസ്തുവിൻ്റെ കാഴ്ച പതിയുന്നു. അവിടെ മുതൽ സാധാരണക്കാരിയായ ആയൊരു വിധവ നമുക്കൊക്കെ അനുകരിക്കാൻ സാധ്യമായ അനുകരണീയമായ ഒരു മാതൃകയായി ഉയർത്തപ്പെടുന്നു. കൈകളിൽ നിന്ന് ഭണ്ഡാരത്തിലേക്ക് വീഴുന്ന തുകയുടെ വലുപ്പമല്ല, മറിച്ച് അതങ്ങനെ നൽകാൻ തീരുമാനിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാവമാണ് ക്രിസ്തുവിന് പ്രധാനപ്പെട്ടത്. ദൈവത്തിലുള്ള ആശ്രയമാണ് അതിൻ്റെ അടിസ്ഥാനമെന്നുള്ളത് നമുക്കൊക്കെ അനുകരിക്കാൻ മാതൃകയാക്കാൻ സാധ്യമായ ഒന്നിലേക്ക് ഇന്ന് ക്രിസ്തു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മറ്റൊരു ധ്യാന വിഷയം ക്രിസ്തു കണ്ടു എന്നുള്ള വാക്കാണ്. നാമും ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുകയും നോക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. നല്ലവയിലേക്ക് ആഗ്രഹത്തോടെ നോക്കാനും കാണാനും കാണേണ്ടവയിലേക്ക് കാഴ്ച പതിയാനും നമുക്ക് സാധിക്കണം. ബാഹ്യരൂപങ്ങളിൽ മാത്രമല്ല ക്രിസ്തുവിൻ്റെ കാഴ്ച പതിഞ്ഞത്, മറിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക്, ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുന്ന ദൈവിക സ്നേഹത്തിലേക്കും ആത്മാർത്ഥതയിലേക്കും കൂടി ക്രിസ്തുവിൻ്റെ കാഴ്ച പതിഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ബാഹ്യപ്രവൃത്തികളിലും ബാഹ്യരൂപങ്ങളിലും പുറം മോടികളിലും പുറം ഭംഗികളിലും മാത്രമായി നമ്മുടെ കാഴ്ച ഒതുങ്ങിപ്പോകരുത്, മറിച്ച് ചുറ്റുമുള്ളവർ നമ്മോട് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾക്കുള്ളിലെ യഥാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഒരാൾ നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ ആ സഹായത്തിൻ്റെ വലുപ്പത്തേക്കാൾ ഉപരി ആ സഹായം ചെയ്യാനായിട്ട് ആ വ്യക്തി എടുക്കുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും കൂടി കാണാൻ സാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ആത്മാർത്ഥത കൂടുതൽ സ്നേഹത്തോടുകൂടി അത്തരം കാര്യങ്ങളെ സമീപിക്കാൻ നമ്മെ സഹായിക്കും. എല്ലാം ഇന്ന് ഈ ലോകത്തിൽ നല്ലതാണെന്നുള്ള വാദമൊന്നുമില്ല. മറ്റുള്ളവർ ബാഹ്യമായി നല്ല കാര്യങ്ങൾ നമ്മോട് ചെയ്യുന്നു എന്ന് തോന്നിയാൽ പോലും അതിനുള്ളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില കുടിലമായ ചിന്തകളുണ്ടെങ്കിൽ അതുകൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ഈ കാര്യങ്ങൾക്കാണ്. ഒന്ന്, വിധവയെപ്പോലെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. മറ്റൊന്ന്, മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്കുള്ളിലെ യഥാർത്ഥ മനോഭാവം തിരിച്ചറിഞ്ഞ് അത് നല്ലതിൻ്റേതാണെങ്കിൽ കൂടുതൽ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാനും, നല്ലതല്ലാത്ത ഭാവമാണെങ്കിൽ അത് കുറച്ചുകൂടി കരുതലോടുകൂടി അവരോട് ഇടപഴകാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു.